പണ്ട് ഹൈസ്കൂളിലെ ഏതോ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മലയാള ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറയുന്നതിനിടയിൽ അന്നത്തെ മലയാളം മാഷ് ന്യൂസ് പേപ്പർ ബോയ് എന്നൊരു ചിത്രത്തെക്കുറിച്ച് പരാമർശിച്ചു. മലയാളത്തിലെ ആദ്യത്തെ എന്തോ ആണ് ആ സിനിമ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പല രീതിയിലും ആ സിനിമയെ പ്രശംസിച്ചുകൊണ്ട് പരാമർശിച്ചു. അപ്പൊ പുള്ളി ഇതൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്നത് മുകേഷ് അഭിനയിച്ച അതേ പേരിൽ പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രമായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു റാൻഡം ഔട്ട് ഓഫ് റാൻഡം മൂവി. അപ്പൊ ക്ലാസ്സിൽ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കരുതി, ഷെടാ ഈ പടം ഇത്ര വലിയ സംഭവമായിരുന്നു എന്ന്. എന്നാൽ ഈ സിനിമയുടെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാൽ മലയാളത്തിലെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് എന്ന് പറയാൻ മാത്രം എന്താണ് ആ സിനിമയിലുള്ളതെന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലായതുമില്ല. അപ്പൊ ബേസിക്കലി പാഠ്യപദ്ധതിയിൽ മാഷ് ഉദ്ദേശിച്ച ന്യൂസ് പേപ്പർ ബോയ് എന്ന ചിത്രം ഇറങ്ങിയ വർഷം പരാമർശിക്കാത്തതാണോ, അതോ പിൽക്കാലത്ത് അതേ പേരിൽ ഒരു ലോക്കൽ പടം ഇറങ്ങിയത് മാഷ് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പുള്ളി ആ ചിത്രം ഇറങ്ങിയ വർഷം പറയാത്തത് കൊണ്ട് ഈ സിനിമ ഒരു മഹാസംഭവമായി കുറച്ചു കാലം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിപ്പോ എന്താ പറയാ, കുട്ടിക്കാലത്ത് ചോറ് കഴിക്കുന്നതിനിടയിൽ ഉച്ചയ്ക്ക് കണ്ട് നമ്മുടെയൊക്കെ ഒരു കോർ മെമ്മറിയുടെ ഭാഗമായ ഈ ഒരു ചിത്രത്തെ താത്വികമായ ഒരു അവലോകനത്തിലൂടെ കടത്തിവിടാനൊന്നും ഞാൻ മുതിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയാനില്ലാത്ത ഒരു റാൻഡം ഫ്ലാറ്റ് ലൈൻ മൂവി. മുകേഷ് പടങ്ങളിലെ അക്കാലത്തെ സ്ഥിരം ഐറ്റംസ് ആയ ആൾമാറാട്ടം, പ്രാരാബ്ദം ഇതൊക്കെ ഈ സിനിമയിലും ഉണ്ടായിരുന്നു. പിന്നെ ഈ പടത്തിലെ നായിക കാര്യമാള് മലയാളിയാണെങ്കിലും തെലുഗു മൂവി ഫംഗ്ഷൻസിലെ അല്ലെങ്കിൽ തെലുഗു ഇൻഡസ്ട്രിയിലെ ഒരു ടോപ്പ് ടയർ ഹോസ്റ്റ് അല്ലെങ്കിൽ ആങ്കർ ഒക്കെയാണ് പുള്ളിക്കാരി. പേര് സുമ. അപ്പോൾ ഈ ന്യൂസ് പേപ്പർ ബോയെ കുറിച്ച് അല്ലാതെ എന്റെ മാഷ് പറഞ്ഞ മറ്റേ ന്യൂസ് പേപ്പർ ബോയെ കുറിച്ച് എന്തെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു അവസരത്തിൽ അതേപോലെ മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഇതേപോലെ പ്രായം ചെന്നൊരു മലയാളം മാഷ് നിങ്ങൾക്ക് ജോൺ എബ്രഹാമിനെ അറിയുമോ, പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒരു ദിവസം ചോദിച്ചു. ക്ലാസ്സിൽ എല്ലാവരും അന്ന് പറഞ്ഞ ഉത്തരം ധൂം എന്നായിരുന്നു. പക്ഷെ പുള്ളി ഉദ്ദേശിച്ച ജോൺ എബ്രഹാം അതല്ല എന്ന് പിന്നീടാണ് മനസ്സിലായത്.